അഡ്വക്കേറ്റ് ബി എൻ ഗസർ, ഈ ഭാരതാംബയല്ല ആ ഭാരതാംബ, അത് തന്നെയല്ലേ എതിർപ്പിന് കാരണം? ഈ ഭാരതാംബയല്ല ആ ഭാരതാംബ, അതല്ലേ എതിർപ്പിന് കാരണം? ഇത് RSSന്റെ ഭാരതാംബയാണ്. മഞ്ജുഷ, ഭാരതാംബ ഒരു ഇന്ത്യയുടെ ഭരണഘടനാപരമായോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ബിംബമായോ ഒരിടത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതൊന്നല്ല. ഭാരതാംബ എന്ന് പറയുന്ന ആദ്യ ചിത്രം വരുന്നത് അഭിനീന്ദ്രനാഥ് ടാഗോർ 1905 അദ്ദേഹം വരച്ച ഒരു ചിത്രമുണ്ട്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അഭിനീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജ്യേഷ്ഠന്റെ മകനായിരുന്നു. അദ്ദേഹം വരച്ച ഒരു ചിത്രം ഈ ചിത്രവുമായി യാതൊരു സാമ്യമില്ല. ഈ ചിത്രം 1925 RSS സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം RSSന്റെ സാംസ്കാരിക മുഖം എന്ന നിലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ചിത്രമാണ്. ആ ചിത്രത്തെ വണങ്ങുക എന്ന് പറയുന്നത്, അത് വണങ്ങാതിരിക്കുക എന്ന് പറയുന്നതും ഓരോ പൗരന്റെയും അവകാശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സർക്കാർ പരിപാടികളിൽ ഇത്തരം ബിംബങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാട് സഖാവ് പി പ്രസാദ് എടുത്തിട്ടുള്ളത്. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ ഇത്തരം ചിത്രങ്ങൾ രാജ്ഭവൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതകൾ മറികടക്കുന്ന തരത്തിലാണ് ഇവിടെ ചരിത്രത്തെ ആകെ വ്യാഖ്യാനിക്കുകയും അപനിർമ്മിതി നടത്തുന്നതിനു വേണ്ടി RSS നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. RSSന്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു റൂട്ട് മാർച്ച് നടത്താൻ ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് ക്ഷണിച്ചു വന്നു. ഒരു തെളിവ് നാളിതുവരെ ഈ പൊതുമണ്ഡലത്തിൽ ഹാജരാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇപ്പോൾ ശ്രീ RV ബാബു അടക്കം പച്ച നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഒരു തെളിവ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇല്ലാത്ത കാര്യം പറയുക എന്നുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിടത്തും ഉണ്ടാകാതിരുന്ന പേരാണ് RSSന്റേത്. അപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടർച്ച എന്ന നിലയിൽ, ഇന്ത്യൻ ദേശീയതാ പ്രസ്ഥാനത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ത്യയിലുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഇത്തരം ബിംബങ്ങളോട് നിരാകരിക്കാനുള്ള അവകാശമുണ്ട്. ആ നിരാകരണമാണ് സഖാവ് പി പ്രസാദിന്റെ അത് അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ ഇത്തരം പരിപാടി. ഇപ്പോ ശ്രീ അർലേക്കർ അദ്ദേഹം ഒരു RSSകാരനാണ്. അദ്ദേഹത്തിന് RSSന്റെ ഐഡിയോളജി പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ രാജ്ഭവനിൽ ഗവർണർ എന്ന തസ്തികയിൽ ഇരുന്നു കൊണ്ട് അത്തരം പ്രവൃത്തികൾ നടത്താൻ പാടില്ല. ശ്രീ സ്വാമിനാഥ ഗുരുമൂർത്തി എന്നറിയപ്പെടുന്ന ഗുരുമൂർത്തിയെ വിളിച്ചുകൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊരു ഒരു പ്രഭാഷണം അദ്ദേഹം അവിടെ നടത്തുന്നത്. ആരായിരുന്നു ഈ ഗുരുമൂർത്തി എന്നറിയാമോ? ഇന്ത്യയിൽ അറിയപ്പെടുന്ന സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഗുരുമൂർത്തി. ഇന്ത്യയിൽ അറിയപ്പെടുന്ന തൊഴിലാളി വിരുദ്ധനായിട്ടുള്ള മനുഷ്യനാണ് ഈ ഗുരുമൂർത്തി. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് അദ്ദേഹം മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. 2019 അദ്ദേഹം ചെന്നൈയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ കാതൽ ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിൽ 30% സ്ത്രീകൾക്ക് മാത്രമേ സ്ത്രീത്വമുള്ളൂ എന്നുള്ളതാണ്. ദേവതാ സങ്കല്പത്തിലുള്ള സ്ത്രീകളെ മാത്രമേ അദ്ദേഹം സ്ത്രൈണതയുള്ളവരായി സങ്കല്പിക്കൂ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധനാണ്. 2, ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിൽ തൊഴിലെടുക്കുന്ന ആളുകൾ കടൈസതി എന്ന് പറയുന്ന തമിഴ് വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് ഓവർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ ലെഫ്റ്റ് ഓവർ, ബാക്കി വന്നവരെന്ന അർത്ഥത്തിൽ തൊഴിലാളികളെ വിമർശിച്ച ആളാണ് ഈ ഗുരുമൂർത്തി. ആ ഗുരുമൂർത്തിയെ വിളിച്ചുകൊണ്ടാണ് ഈ ആർലേക്കർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അഭിമാനത്തോടു കൂടി പ്രസംഗിക്കുന്നതിനു വേണ്ടി വിളിച്ചുകൊണ്ടുവന്നത്. അദ്ദേഹം ഒരു RSSകാരനാണെങ്കിൽ RSSന്റെ പരിപാടികൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഭാരതാംബയുടെ ചിത്രം അദ്ദേഹത്തിന്റെ സാംസ്കാരിക മുഖം എന്ന നിലയിൽ അദ്ദേഹത്തിന് വെക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഞങ്ങളാരും തള്ളിപ്പറയില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ ഞങ്ങളൊക്കെ, ഞാനും മഞ്ജുഷും അടക്കം നൽകുന്ന, കേരളത്തിലെ പൊതുസമൂഹം നൽകുന്ന ടാക്സ് കൊണ്ട് രാജ്ഭവൻ റൺ ചെയ്യുന്നു എങ്കിൽ ഇത്തരം പരിപാടികൾ നടത്താൻ അദ്ദേഹത്തിന് അവകാശമില്ല. ആ അവകാശം അദ്ദേഹം ഇങ്ങനെ ഇന്ത്യൻ സാംസ്കാരിക മുഖത്തിലേക്ക് തള്ളിവിടുമ്പോഴാണ് പ്രതിഷേധം ശക്തമായി ഉയരുന്നത്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അതിൽ പി പ്രസാദ് എടുത്തിട്ടുള്ള നിലപാട് അഭിനന്ദനാർഹമാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ അവഹേളിക്കുകയും ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഇത്തരം നിലപാടുകളെ ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ആ നിലപാടുകളാണ് പൊതുസമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത്തരം നിലപാടുകളിൽ നിന്നും, ഇത്തരം അപരവൽക്കരണത്തിൽ നിന്നും മാറി നിൽക്കുന്നതിന് രാജ്ഭവൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം രാജ്ഭവന് ഇത്തരത്തിൽ അവഹേളനങ്ങൾ ഉണ്ടാകേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. ശരി, ശ്രീ മോഹൻ വർഗീസ്, രാജ്ഭവനെ RSS